Hello, most welcome to my YouTube channel Prahari's Care. It is about the war and war only. As melting tensions between US, Israel and Iran escalate into one of the most severe Middle East crises in years, former US Army Colonel Douglas McGregor said all of the US bases in the Iranian region have been destroyed and that Tehran is faring very well. സോ യുദ്ധത്തിന് കൊടുമ്പിരി കൊള്ളുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ എന്നും പത്രത്തിലും മീഡിയയിലും ടി വിയിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് യു എസും ഇസ്രായേലും ആക്രമണം അഴിച്ചു വിട്ടു, ഇറാൻ്റെ അത് തകർത്തു ഇത് തകർത്തു എന്നൊക്കെ. പക്ഷേ ഈ ഒരു റിയാലിറ്റി ചെക്കാണ് ഫോർമർ യു എസ് ആർമി കേണൽ നടത്തിയിരിക്കുന്നത്, ഡോഗ്ലസ് മാക്ഗ്രഗർ. ഈ അനാലിസിസ് കംപ്ലീറ്റ് അദ്ദേഹം ഒരു റീസെൻ്റ് ഇൻ്റർവ്യൂവിലാണ് ഇതെല്ലാം സ്ഥാപിച്ചത്. ഏറെക്കുറെ റിയാലിറ്റി ആയിട്ട് എനിക്ക് തോന്നി, വളരെ കറക്റ്റ് അനാലിസിസ് ആയിട്ട് തോന്നി. അതും ഒരു യു എസ് ഫോർമർ കേണലാണ് പറയുന്നത്. അവരൊരിക്കലും യു എസിനെതിരായിട്ട് സംസാരിക്കില്ല. ബട്ട് ഇൻ റിയാലിറ്റി the situation is far worst for the US and Israel comparing to the Iran. ഓക്കെ, ഇതിൻ്റെ ചില മേഖലകൾ അദ്ദേഹം സ്പർശിച്ചു പോയ കുറച്ച് മേഖലകളുണ്ട്, കുറച്ച് കൺസേൺസ്, കുറച്ച് പോയിൻറ്റ്സ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളരെ റിയലായിട്ട് എനിക്ക് തോന്നി. ദിസ് വാർ ഈസ് നോട്ട് വാർ വി വർ എക്സ്പെക്റ്റിംഗ്. നമ്മൾ പ്രതീക്ഷിച്ച പോലൊരു യുദ്ധമേ അല്ല ഇത്. ഓക്കെ, ഇന്ത്യ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്നതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നത്. ഓക്കെ, ഞാൻ ഒരു പാർട്ടിയുടെയും വക്താവല്ല, ഒരു സൈഡിനെയും നമ്മൾ എന്താ പറയുന്നത് പക്ഷം ചേർന്ന് നമ്മൾ സംസാരിക്കില്ല. ബട്ട് ഇൻ റിയാലിറ്റി എന്താണ് കറക്റ്റ് എന്ന് തോന്നുന്നത് മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലെറ്റ് us see what he says about the ongoing conflict. Douglas McGregor said in a television interview that China and Russia are providing satellite intelligence. ചൈനയും റഷ്യയും സാറ്റലൈറ്റ് ഇൻ്റലിജൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇറാന്, വിച്ച് അക്കൗണ്ട്സ് ഫോർ സം ഓഫ് ദി ട്രമൻഡസ് സക്സസസ് ഫോർ ഇറാൻ, പർട്ടിക്കുലർലി ഇൻ ഇസ്രായേൽ ആൻഡ് യു എസ് ബേസസ്. യു എസ് ബേസുകൾ, ഇസ്രായേൽ ബേസുകളൊക്കെ തകർക്കാൻ വേണ്ടി അടിപൊളി മിസൈൽ ആക്രമണം അഴിച്ചുവിട്ട ഇറാന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നാണ് അദ്ദേഹം കരുതുന്നത്. ഏറെക്കുറെ അത് പലയിടത്തും ശരിയാണെന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇതിനിടയ്ക്ക് പറഞ്ഞു, യു എസ് ഹാസ് ഒബ്ലിറ്ററേറ്റഡ് ഇറാനിയൻ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഇറാൻ്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങൾ തുടച്ചു മായ്ച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞത്. ബട്ട് അതൊക്കെ ഒരു അൺറിയൽ അല്ലേ? നമുക്ക് ട്രംപിനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? അദ്ദേഹം അത് പറഞ്ഞത് എന്തിനാണെന്ന് കൂടി ഇയാൾ പറയുന്നുണ്ട്. സീനിയർ യു എസ് മിലിറ്ററി ലീഡർഷിപ്പ് ഡിസ്ക്രൈബ്സ് ദി ക്യാമ്പയിൻ ആസ് ഫോക്കസ്ഡ് ഓൺ ഡീഗ്രേഡിംഗ് ഇറാൻസ് ഒഫൻസീവ് capabilities, not signaling a collapse of American bases or influences in the region. അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് കുറയുന്നതും അമേരിക്കൻ ബേസ് തകരുന്നതും ഒക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ മിലിറ്ററി ക്യാപ്പബിലിറ്റീസ് ഡീഗ്രേഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ട്രംപ് പറയുന്നതാണ് ഇതെല്ലാം എന്നാണ് അവർ തന്നെ പറയുന്നത്. പിന്നെന്താണ്? വാട്ട് ഈസ് ദാറ്റ്? ഡിഫൻസ് ഒഫീഷ്യൽസ് ഹാവ് അക്നോളജ്ഡ് കാഷ്വാലിറ്റീസ് ഓൺ ബോത്ത് സൈഡ്സ്, including at least 4 American service members killed in Iranian attacks. രണ്ട് സൈഡിലും ഒരുപാട് കാഷ്വാലിറ്റീസും ലോസസൊക്കെ ഉണ്ട്. അത് അവർ സമ്മതിക്കുന്നുണ്ട്, ഇരുവരും സമ്മതിക്കുന്നുണ്ട്. ദി കറണ്ട് കൺഫ്രണ്ടേഷൻ ഇറപ്റ്റഡ് വീക്സ് എഗോ ലെറ്റർ ആഫ്റ്റർ എ കോർഡിനേറ്റഡ് ക്യാമ്പയിൻ ബൈ US and Israeli forces against Iran, which included strikes on missiles launchers, naval assets and other strategic sites. Of course, സ്റ്റാർട്ടിങ്ങിൽ ഇറാൻ്റെ ഒരുപാട് സംഭവങ്ങൾ അവർ തകർത്തു, അതെല്ലാം ശരിയാണ്. Tehran responded with
വേവ്സ് ഓഫ് ബാലിസ്റ്റിക് മിസൈൽസ്. അപ്പോഴാണ് ടെഹ്റാൻ, അതായത് ഇറാൻ തിരിച്ചടിച്ചത്. വിത്ത് വേവ്സ് ഓഫ് ബാലിസ്റ്റിക് മിസൈൽസ് ആൻഡ് ഡ്രോൺസ് aimed at US facilities and allied positions across Iraq, Kuwait and UAE and Bahrain. കംപ്ലീറ്റ് തിരിച്ചടിയാണ്. US ഇസ്രായേലി ഇൻസ്റ്റാളേഷൻസ് എവിടെയെല്ലാം ഉണ്ടോ അത് ഏതൊരു കൺട്രി ആയാലും, മുസ്ലിം കൺട്രി ആണോ ഒന്നും നോക്കാതെ, അറേബ്യൻ കൺട്രീസ് ഒന്നും നോക്കാതെ ഇറാൻ അവരെ അടിച്ചിട്ടിരിക്കുകയാണ്. അത് നമുക്ക് നോക്കാം. ബഹ്റൈൻ, ഇറാനിയൻ മിസൈൽസ് ആൻഡ് drones struck the headquarters of the US Navy's 5th Fleet in Bahrain, located in Manama, prompting defensive alerts and some structural damage reported by local authorities. ഒരുപാട് ബഹ്റൈനിൽ, മനാമയിൽ US Navy 5th Fleet എല്ലാം അടിച്ച് നശിപ്പിച്ചിരിക്കുകയാണ് അവർ. Similarly, Kuwait, Iran struck US assets in Kuwait, including at least 3 sites such as Camp ആരിഫ് ജാൻ ആൻഡ് നിയർ ബൈ ഓപ്പറേഷണൽ സെൻറ്റേഴ്സ്. കുവൈത്തിലും അമേരിക്കൻ ഇൻസ്റ്റാളേഷൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ഇറാൻ തകർത്തിരിക്കുകയാണ്. ഖത്താർ, ഇറാൻസ് റവല്യൂഷണറി ഗാർഡ് ക്ലെയിംഡ്, ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് ക്ലെയിം ചെയ്തിരിക്കുകയാണ്. ഖത്തർ അൽ ഉദൈദ് എയർബേസ് അറ്റാക്ക് ചെയ്തു. വൺ ഓഫ് ദി ലാർജസ്റ്റ് US മിലിറ്ററി ഹബ്സ് ഇൻ ദി മിഡിൽ ഈസ്റ്റ്. മിഡിൽ ഈസ്റ്റിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് മിലിറ്ററി ബേസാണ്, ഹബ്ബാണ് ഖത്താർ. ഖത്താറിനെയൊക്കെ നന്നായിട്ട് ആക്രമിച്ചിട്ടുണ്ട് ഇറാൻ. UAE, ഇറാൻ റിപ്പോർട്ടഡ്ലി ഫയർഡ് ഓൺ US ആൻഡ് allied bases in the UAE, including near Al Diofra airbase. കണ്ടില്ലേ, അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അറ്റാക്കിൻ്റെ മുകളിൽ അറ്റാക്ക്. ജോർഡാനിലും അറ്റാക്കുണ്ട്. ഇറാനിയൻ സ്ട്രൈക്സ് ഹിയർ ഓൾസോ have been reported at Muwafaq Salti Airbase, a site hosting US and allied aviation forces in Jordan. McGregor stresses that, അതായത് ഈ കേണൽ പറയുന്നത്, that Iran has targeted at least 27 military bases and port facilities across the Middle East, stretching from Incirlik Air Base in Turkey down to Dubai and deep into the Gulf. ടർക്കി മുതൽ ഇങ്ങോട്ട് ആക്രമണ പരമ്പരകളാണ് ഇറാൻ അഴിച്ചുവിട്ടത്. അതുകൊണ്ട് ശരിക്ക് ഇളകിയിരിക്കുകയാണ് ആര്? US, ഇസ്രായേൽ ആൻഡ് അലീസ്. ഇതൊരു റിയാലിറ്റിയാണ്. റിയാലിറ്റി ചെക്ക് നടത്തിയാൽ നമുക്കറിയാം. അദ്ദേഹം പറയുന്നത്, ദി വാർ ഈസ് ഓൾറെഡി റീജിയണൽ, not local. It is not at all a local war. It is a regional war. കംപ്ലീറ്റ് ആ റീജിയണൽ എല്ലാവരെയും ഇതിനകത്തേക്ക് വലിച്ചഴച്ചിരിക്കുകയാണ് ഇറാൻ. അവർക്ക് മനസ്സിലായി ഞങ്ങൾ ഏതായാലും പോകുമ്പോൾ ഹം തുമേ ബി ലേ ഡൂബേങ്കെ സനം എന്നുള്ള രീതിയിലാണ് അവരുടെ മുന്നോട്ട് പോക്ക്. മക്ഗ്regor പറയുന്ന പോയിൻറ്റ്സ്, ദി വാർ ഈസ് നോ ലോങ്ങർ കൺഫൈൻഡ് ടു ഇറാൻ, ഇസ്രായേൽ ആൻഡ് ഇറാൻ. ഓക്കെ, ports, airports, oil facilities, shopping lanes and civilian infrastructure have been struck. The Strait of Hormuz has effectively been disrupted. ഹോർമുസ് കടലിടുക്ക് സ്ട്രേറ്റ്, അവിടെ എല്ലാം ടോട്ടൽ ഡിസ്റപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇറാൻ. ദി റെഡ് സീ കോറിഡോർ ആൻഡ് സുവേസ് ലിങ്ക്ഡ് ട്രേഡ് റൂട്ട്സ് ആർ അണ്ടർ സിവിയർ സ്ട്രെയിൻ. This means the war has already regionalized. Full consequences are not yet measurable, particularly in global energy markets. കംപ്ലീറ്റ് ഇത് നമ്മളറിയില്ല. പക്ഷേ ഇത് ഓയിൽ ഷോക്ക് ആൻഡ് ഗ്ലോബൽ ഇക്കണോമിക് ഫാൾ ഔട്ട് എല്ലാത്തിനും വില കൂടാൻ പോവുകയാണ്. ഹ്യൂമൻ ഡയമെൻഷൻ, അപ്രോക്സിമേറ്റ്ലി 4.6 million Indians living ആൻഡ് ഓപ്പറേറ്റിംഗ് ഇൻ UAE ആർ നൗ സ്റ്റാൻഡേർഡ്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ജോലി ചെയ്യുന്ന സ്ഥലമാണ് UAE ഒക്കെ അല്ലേ, നമുക്കൊക്കെ അറിയാം. പക്ഷെ അവരെല്ലാം സ്റ്റാൻഡേർഡ് ആയിരിക്കുകയാണ്. ഈ യുദ്ധം അവരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. സ്റ്റാർക്ക് ഇക്കണോമിക് കാൽക്കുലേഷൻ, നമുക്കൊരു ഇക്കണോമിക് കാൽക്കുലേഷൻ നോക്കാം. ഇതിൻ്റെ ഫാക്ടർ, ഇന്ത്യാസ് ഗൾഫ് ഓയിൽ ഡിപ്പെൻഡൻസ് റഫലി 2.6 million barrels per day ആണ്. സി $10 ക്രൂഡ് പ്രൈസ് ഇൻക്രീസ്, $10 ക്രൂഡ് പ്രൈസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ കുഡ്
cost India about $15 billions. Okay. ചാർട്ട് ഞാൻ കാണിക്കാം അതിൻ്റെ ഹൗസ് ഹോൾഡ് ഇമ്പാക്റ്റ്. എവറി ഇന്ത്യൻ ഹൗസ് ഹോൾഡ് എഫക്റ്റീവ്ലി പേസ് എ വാർ ടാക്സ്. നമുക്കെല്ലാം ഒരു വാർ ടാക്സ് പോലും പേ ചെയ്യേണ്ടി വരികയാണിതിൽ. കാരണം ക്രൂഡ് ഓയിലിൻ്റെ കളി അതുപോലെയാണ്. ഹൗ ദി വാർ ബിഗാൻ. McGregor argues that war did not begin as a coordinated US-Israeli assault. Israel launched the initial strikes. The US joined afterwards. Washington was not fully prepared for sustained escalation. Regime change appears to have been an implicit goal. ഇംപ്ലിസിറ്റ് ഗോളായിരുന്നു, ഒരു പരോക്ഷമായിട്ട് ഉള്ളൊരു ഗോളായിരുന്നത്. ബട്ട് ദാറ്റ് ഗോൾ നൗ ലുക്സ് അൺറിയലിസ്റ്റിക്. ഇപ്പോൾ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അത് മാത്രമൊന്നുമല്ല അവരുടെ ലക്ഷ്യം എന്നാണ്. ഇത് അമേരിക്ക നായര് പിടിച്ച പുലിവാലായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. US military losses and logistic strains, logistic concerns, ഇതെല്ലാം ഒരുപാട് പ്രോബ്ലംസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് എനിക്കൊരു കിട്ടിയൊരു ന്യൂസ് വെച്ചിട്ട് അമേരിക്കയുടെ ലോസ് നോക്കിയാൽ ഒരു ഡ്രോണിന്, ഇറാൻ്റെ ഒരു ഡ്രോണിന് 26 lakhs ആണ്. പക്ഷേ ആ ഡ്രോണിനെ അടിച്ചിടാൻ അമേരിക്ക യൂസ് ചെയ്യുന്ന മിസൈലിന് 36 crores. അപ്പോൾ ആ ഒരു ഇക്കണോമിക് ലോസിൻ്റെ ആ താരതമ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പറയും ഇവർക്ക് കണ്ടമാനാണ്. US ലോസ് ഓൾറെഡി 18,000 crores ആയി കഴിഞ്ഞു ഓൾറെഡി ഇതിൽ. അപ്പോൾ ഇതൊക്കെ എത്ര കാലം എത്ര നേരം ഈ യുദ്ധം കൊണ്ട് ഇവർക്ക് നിൽക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. സോ അനദർ തിങ് വെരി ഇൻട്രസ്റ്റിംഗ് ഐ കുഡ് സീ ഇറ്റ്സ് ഇൻവെൻട്രി എസ്റ്റിമേറ്റ്സ്. കൺട്രി പറയാം അവരുടെ എസ്റ്റിമേറ്റഡ് മിസൈൽ സ്റ്റോക്ക് പൈൽസ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോസിബിളി 4,000 റിമൈനിങ് വാരി ടൈപ്സ് മിസൈൽ സ്റ്റോക്ക് പൈൽസ് നോക്കുകയാണെങ്കിൽ ഒരു 4,000 മിസൈൽസ് അമേരിക്കയുടെ കയ്യിൽ ഇപ്പോൾ ബാക്കിയുണ്ട്. ബാക്കി ഉണ്ടാക്കാനും മാനുഫാക്ചറൊക്കെ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് തിങ്. പെട്ടെന്നൊന്നും ഉണ്ടാക്കാനാവില്ല, സമയം പിടിക്കും. എന്നാൽ ഇറാൻ്റെ കയ്യിൽ പൊട്ടൻഷ്യലി ഇൻ ദി ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ്, കറക്റ്റ് അറിയില്ല, എന്നാലും ഒരു 4,50,000 താഴെ ആയിട്ടുള്ള മിസൈൽ കപ്പാസിറ്റി സ്റ്റിൽ ഹോൾഡിങ് ബൈ ഇറാൻ. അപ്പോൾ അതൊരു വണ്ടർഫുൾ എന്താ പറയുന്നത് കമ്പാരിസനാണ്. മിസൈൽസ് ഡിഫൻസ് സിസ്റ്റം ഈസ് അണ്ടർ സിവിയർ പ്രഷർ. Israel's missile defense system are strained. Iran has advanced technologically beyond expectation. ഇറാൻ ഒരുപാട് ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിരിക്കുകയാണ്. ഇത്രയൊന്നും ആരും പ്രതീക്ഷിച്ചതല്ല. ഓക്കെ. ഇസ്രായേൽസ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആണെങ്കിൽ ഓൾറെഡി സ്ട്രെയിൻഡാണ്. ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന് എപ്പോഴും ഒരു സച്ചുറേഷൻ പോയിൻ്റ് ഉണ്ട്. അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് വർക്കാകത്തില്ല. ഓക്കെ. ഈ ടെക്നോളജി എല്ലാം എല്ലാ കൺട്രീസും അറിയാം. പിന്നെ ചൈനയും റഷ്യയും പ്രോപ്പർ ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്, പരോക്ഷമായി ഇറാനെ സഹായിക്കുന്നുണ്ട്. ഓക്കെ. മിസൈൽസ് ഇൻക്ലൂഡ് ഡിക്കോയ്സ് ആൻഡ് മൾട്ടിപ്പിൾ വാർ ഹെഡ്സ്. ഇറാൻ്റെ മിസൈൽസിൽ ഡിക്കോയ്സും ഉണ്ട്. അതായത് അവരെ കബളിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന അടിച്ചു വിടും. അത് ഒറിജിനലൊന്നും ആവില്ല, ഡിക്കോയ്സാണ്. പക്ഷേ അതിൻ്റെ പുറകെയും ഇവർ കോടിക്കണക്കിന് രൂപയുടെ മിസൈൽ അടിച്ചാടതും താഴ്ത്തിടാൻ നോക്കും. അങ്ങനെ കബളിപ്പിക്കലും ഒരുപാട് നടക്കുന്നുണ്ട് ഇറാൻ്റെ സൈഡിൽ നിന്ന്. ഹൈപ്പർസോണിക് ആൻഡ് ഹൈ സ്പീഡ് മിസൈൽസ് Mach 3.6 ആർ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു ഇൻ്റർസെപ്റ്റ്. ഹൈപ്പർസോണിക് മിസൈൽസിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇന്ത്യ പാകിസ്ഥാൻ അടിച്ചത് എല്ലാവരും ഓർക്കുന്നില്ലേ? ഹൈപ്പർസോണിക് അങ്ങ് പോയപ്പോഴേക്കും അവർക്ക് അറിഞ്ഞില്ല ഏതിലെ പോകുന്നതെന്ന് അറിയില്ല. US മസ്റ്റ് ഫൈൻഡ് 2 to 3 interceptors fire per incoming missile. ഒരു ഇൻകമ്മിങ് മിസൈലിൻ്റെ എഗൻസ്റ്റ് 2 to 3 ഇൻ്റർസെപ്റ്റർ മിസൈൽസ് അയക്കേണ്ട ഗതികളാണ് US വരുന്നത്. അപ്പോൾ അവരുടെ നഷ്ടം ഇൻ ക്രോർസ് മൾട്ടിപ്ലൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. McGregor warns saturation attacks will eventually exhaust defensive systems. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിൻ്റാണത്.
ഒരു സച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഡിഫെൻസീവ് സിസ്റ്റംസ് സ്ട്രെയിൻഡ് ആവും, എക്സോസ്റ്റ് ആവും. ഓക്കെ, ഇറാൻ്റെ സ്ട്രാറ്റജി ആക്ച്വലി എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇറ്റ് ഈസ് ഓൺലി സർവൈവൽ. ഈ യുദ്ധം ജയിക്കാൻ കഴിയില്ല എന്ന് ഇറാന് ബോധ്യമുണ്ട്. ബട്ട് ദേ ആർ ഫൈറ്റിംഗ് ഫോർ ദി സർവൈവൽ. ഇറാൻ ഡസ് നോട്ട് need to win, it only needs to survive. The longer the war lasts, the weaker the US and Israel appear. Simply entering shifts global perception. Iran's capabilities are widely dispersed and mobile. Killing leaders does not collapse a civilizational state. ഒരു വെൽ സിവിലൈസ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയെ അവിടുത്തെ ഒരു 4 നേതാക്കളെ വധിച്ചെന്ന് വിചാരിക്കുന്നു, അതൊന്നും തകരാൻ പോകുന്നില്ല. They are a well settled community over there in Iran. It is a big country, big country. വാർ നീളുകയാണെങ്കിൽ ഇസ്രായേലും US-ഉം വീക്കറായിട്ട് നമുക്ക് കാണേണ്ടി വരും. അതാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല, ഒരു അഭിപ്രായ ഭിന്നത വരും. വാർ നീണ്ടു പോകുമ്പോഴത്തേക്കും ഒരു അഭിപ്രായ ഭിന്നത വരും. പക്ഷം ചേരാൻ തുടങ്ങും. പുതിയ വാർ ഫ്രണ്ട് തുറക്കാൻ ഇത് സഹായകമാകും. പിന്നെ റഷ്യ ഓൾറെഡി വാർണിംഗ് കൊടുത്തു. ഇത് പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ട് റഷ്യ ഓൾറെഡി വാണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ദി ഫോർമൽ കേണൽ എംഫസൈസ് ദാറ്റ് ഇറാൻ ഈസ് നോട്ട് മിയർലി ആൻ ഐഡിയോളജിക്കൽ റെജിം. ഇത് ജസ്റ്റ് ഒരു ഐഡിയോളജിക്കൽ റെജിമല്ല. അവിടെ ഇസ്ലാം മുല്ലകളാണ്, അതാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ആൻ ഐഡിയോളജിക്കൽ ഫിലിം, ബട്ട് പേർഷ്യ, ഫോർമർ പേർഷ്യ ഈസ് എ സിവിലൈസേഷണൽ entity, thousands of years old. ആയിരക്കണക്കിന് ലോകത്തിന് മുമ്പ് ഉണ്ടായിരിക്കുന്ന സിവിലൈസ്ഡ് നാഷനാണ് ഇറാൻ. അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എവരി വൺ നീഡ്സ് ടു നോ വാട്ട് ഇറാൻ ഈസ്. ഞാനിപ്പോഴും പക്ഷം ചേരല്ല കേട്ടോ, പക്ഷേ ഇറ്റ് ഈസ് എ റിയാലിറ്റി. ഇറ്റ് ഈസ് 100% റിയാലിറ്റി. ബോംബിങ് കനോട്ട് ബ്രേക്ക് സച്ച് എ സൊസൈറ്റി. ഇങ്ങനത്തെ ഒരു സൊസൈറ്റിയൊന്നും ബോംബിങ് ഇട്ട് തകർക്കാൻ ആർക്കും കഴിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ കാൽക്കുലേഷനും അവരുടെ തെറ്റും എല്ലാം ഒന്ന് നോക്കാം. ഓക്കെ, യൂറോപ്യൻ ആൻഡ് ഗൾഫ് കാൽക്കുലേഷൻസ്. അവരെന്താണ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്തത്? യൂറോപ്പാണെങ്കിൽ ഗൾഫ് കൺട്രീസ് ആണെങ്കിലും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, യൂറോപ്യൻസ് നെവർ ട്രൂലി ബിലീവ്ഡ് ഇറാൻ പോസ്ഡ് എ ഡയറക്റ്റ് മിസൈൽ ത്രെറ്റ് ടു ദം. യൂറോപ്പ് ഒരിക്കലും ചിന്തിച്ചില്ല. അവർക്ക് ഇറാൻ ഒരു മിസൈൽ ത്രെറ്റാണെന്ന് അവരൊരിക്കലും വിശ്വസിച്ചില്ല. അവരെല്ലാം US-ൻ്റെ പുറകെ പോവുകയാണ്. The anti-ballistic missile installation in Romania was widely viewed as symbolic. റൊമാനിയയിൽ ഒരു ballistic missile system ഉണ്ട്. അതെല്ലാം വെറും സിംബോളിക്കാണ്. അതിലൊന്നും വലിയ കാര്യമായ ഉപകാരം ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ബ്രിട്ടീഷ് അസറ്റ്സ് ഇൻ സൈപ്രസ് മേ ഓൾറെഡി ഹാവ് ബീൻ സ്ട്രക്ക്. സൈപ്രസ് അറ്റാക്ക് നടത്തിയല്ലോ ഇറാൻ. സൈപ്രസ് നടത്തിയത് ബ്രിട്ടീഷ് അസറ്റ്സ് കംപ്ലീറ്റ് തീർന്നിരിക്കുകയാണ് അവിടെ. ഗൾഫ് മോണാർച്ചീസ് ഹാവ് പ്ലേഡ് ബോത്ത് സൈഡ്സ്. ഗൾഫിലെ അധികാര കേന്ദ്രങ്ങൾ, രാജകുടുംബങ്ങൾ പ്ലേഡ് ബോത്ത് സൈഡ്സ്, 2 സൈഡിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആൻഡ് ഇറാൻ ഈസ് നൗ മേക്കിംഗ് ദം ഫീഡ് കോൺസിക്വൻസസ്. ഇപ്പോൾ ഇറാൻ അവരോട് പറയുകയാണ്, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുകയാണ്, ഇതിനൊക്കെ നിങ്ങൾ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഗൾഫ് കൺട്രിയിലെ അറേബ്യൻ കൺട്രീസിൻ്റെ നിലപാട് ശാശ്വതമല്ല. അവർ നാളെ അമേരിക്കയോട് ഒന്ന് പോയി തരുമോ ചോദിക്കാനുള്ളൊരു ചാൻസ് വരാൻ കാണുന്നുണ്ട് നമുക്ക്. നമ്മുടെ ഫോർമൽ കേണൽ മാക്ഗ്രഗർ പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഹി പ്രിഡിക്ട്സ് ഗൾഫ് സ്റ്റേറ്റ്സ് മേ ഇവൻച്വലി ആസ്ക് ദി US ടു ലീവ്. ഗൾഫ് സ്റ്റേറ്റ്സ് അമേരിക്കയോട് നീ ഇവിടെ നിന്ന് സ്ഥലം വിടുമോ എന്ന് പറയും. ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ they will ask the US to leave their country. Iraq's Shia majority is already pushing for American withdrawal. ഇറാഖിലെ ഷിയ കമ്മ്യൂണിറ്റി ഓൾറെഡി അമേരിക്ക വിത്ഡ്രോ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ടർക്കി മേ ഫീൽ മോർ കംഫർട്ടബിൾ ഡിസ്റ്റൻസിങ് ഇറ്റ്സെൽഫ് ഫ്രം US operations. ടർക്കിക്കും തോന്നി തുടങ്ങി, ഒരു മുസ്ലിം കൺട്രിക്ക് അഗൻസ്റ്റുള്ള ആക്ഷൻ ആയതുകൊണ്ട് അമേരിക്കയുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമായിരിക്കും മോർ കംഫർട്ടബിൾ പൊസിഷൻ എന്നവർക്ക് തോന്നി. ഡിസ്ക്രൈബ്സ് ദിസ് മൊമെൻറ്റ് ആസ് എ പൊട്ടൻഷ്യലി മാർക്കിംഗ് ദി എൻഡ് ഓഫ് ദി Sykes-Picot order.
Sykes-Picot Order and the post-World War I Middle East structure. Sykes-Picot ഓർഡർ എന്ന് പറഞ്ഞാൽ വേൾഡ് വാർ വണ്ണിൽ ഓട്ടോമൻ എംപയറിനെ നശിപ്പിച്ച് അറേബ്യൻ കൺട്രീസിനൊക്കെ ശിഥിലമാക്കിയ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. ബ്രിട്ടൻ്റെ സൈക്സും ഫ്രാൻസിൻ്റെ പൈക്കോട്ടും നടത്തിയ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഇതാണ്. അതിനകത്ത് അവസാനം ടെറിട്ടറി ഡിവിഷനാണ് നടന്നത് ഓട്ടോമൻ എംപയറിൻ്റെ. ഗൾഫ് സ്റ്റേറ്റ്സ് അതിങ്ങനെ മണക്കുന്നുണ്ട്. അതുപോലൊരു സിറ്റുവേഷൻ ഇവിടെ വരുമോ, നമ്മുടെ ഗൾഫ് കൺട്രിയൊക്കെ ഇവർ പകുത്തെടുക്കുമോ എന്നുള്ളൊരു കൺസേൺ അവരിൽ ഉണ്ട്. ഏതായാലും മൈ ഡിയർ ഫ്രണ്ട്സ്, യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഇതിപ്പോൾ 4-ാമത്തെ 5-ാമത്തെ ദിവസമൊക്കെയാണ്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയൊക്കെ ഇത് വന്ന് ഭവിക്കുമെന്ന് പറയാൻ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദീസ് ആർ ദി ഫാക്ട്സ്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് തോന്നിയത് കുറച്ച് ഫാക്ട്സ് ആവുന്നു ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ please like, subscribe and share. Thank you very much. Bye bye.